ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്നാക്ക് ഐറ്റമായിട്ടോ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്, കാരണം ഏത്തപ്പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഒക്കെ വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് നമ്മളങ്ങനെ ഒരുപാട് എണ്ണയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വളരെ ഹെൽത്തിയായി ചെയ്തെടുക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ നമ്മളുടെ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ 250 ml കപ്പിൽ 2 കപ്പ് പാൽ ഞാൻ തിളപ്പിച്ച് ചൂടാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഇതിൽ ആദ്യം ചെയ്യാനുള്ളത്. ഈ പാല് ചൂടോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് നേരത്തെ തന്നെ തിളപ്പിച്ചിട്ട് ചൂടാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് 2 ഏത്തപ്പഴമാണ്. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഏത്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴമോ അല്ലെങ്കിൽ നമ്മൾ റോബസ്റ്റോ പഴം ഉണ്ടല്ലോ അത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പഴം നമുക്കൊന്ന് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അപ്പോൾ പഴം രണ്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിപ്പം എൻ്റെ കയ്യിലുള്ള പഴം നല്ല പഴുത്ത പഴമായിരുന്നു, അപ്പോൾ നല്ല മധുരമുള്ള കാരണം ഞാൻ 3 ടേബിൾ സ്പൂണേ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇനിയിപ്പോൾ പഴത്തിന് മധുരം കുറവാണെങ്കിൽ 4 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഇതിനെടുക്കുമ്പോൾ ഏത് പഴമായാലും നല്ല പഴുത്ത പഴം നോക്കി എടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ളത് 1/2 കപ്പ് പാലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ കാണിച്ചില്ലേ 2 കപ്പ് പാൽ തിളപ്പിച്ച് വെച്ചത്. അപ്പോൾ ആ തിളപ്പിച്ച് ചൂടാറിയ പാലിൽ നിന്ന് 1/2 കപ്പ് പാലും കൂടി എടുത്തിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അടിക്കണം കേട്ടോ. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ആ പഴം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ചപ്പാത്തി ആട്ട, അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ റവ വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഗോതമ്പ് പൊടിയും റവയും ഉപ്പും എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ചു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ പാലും കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മളുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഈ പഴമടിച്ച കൂട്ടിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിൽ അതൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളപ്പോൾ അടിച്ചെടുത്ത മിക്സ് ഇത്രയും തിക്നെസ്സിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത്രയും തിക്നെസ് അല്ല, ഇതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമുക്ക് ഇരിക്കാനായിട്ട് ഇതിൻ്റെ ബാറ്റർ. അപ്പോൾ ഒരല്പം കൂടി ബാക്കിയുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മുടെ ബാറ്ററിനപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊന്നൊരു 10 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഇത് ഒരു പക്ഷേ നമുക്കിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒന്നും കൂടി കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്നൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നേരത്തേക്കാൾ ഇത് കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പാൽ, ഒരല്പം കൂടി പാൽ ബാക്കിയുണ്ട് കേട്ടോ, ഒരു 1/4 കപ്പോളം വരും. അതും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പാലും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്.
ഓക്കെ. അപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ച ആ 2 കപ്പ് പാലുണ്ടല്ലോ, അത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് ഓരോ ഗോതമ്പ് പൊടിയും അതുപോലെ റവയുടെയൊക്കെ വ്യത്യാസമായിരിക്കും കേട്ടോ അത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ മൊത്തത്തോടെ ഒഴിക്കാതെ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐറ്റംസ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ കാഷ്യൂനട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ചിങ്ങനെ പൊട്ടിച്ച ടൈപ്പ് കാഷ്യൂനട്ട് കേട്ടോ. ഇത് സൺഫ്ലവർ സീഡ്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, റേസിൻസ്, ഇത് തേങ്ങാക്കൊത്താണ്, പിന്നെ ഏത്തപ്പഴം ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് കേട്ടോ, തിന്നായിട്ട് കട്ട് ചെയ്തത്. ഇത് കുറച്ച് ബദാം ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ടോ അല്ലെങ്കിൽ ഏതൊക്കെയാണോ നട്ട്സ് ഉള്ളത് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്നുമില്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടല്ലോ, പീനട്ട്, അത് ഇട്ടാലും മതി. അപ്പോൾ അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു ചെയ്തപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഡെക്കറേഷന് വേണ്ടി ഇത്രയും ഐറ്റംസ് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അപ്പം ചുട്ടെടുക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണൊക്കെ മതിയാവും. ഇത് വേണം, ഇത് ഒന്നുമില്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇതാ, അപ്പോൾ അടുപ്പത്ത് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, ഒരല്പം മതി. എന്നിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ബാറ്റർ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ഇങ്ങനെയായിട്ട് തന്നെ കിട്ടും നമുക്ക്. ഇതിലേക്ക് നമ്മളതിൻ്റെ നേരത്തെ അരിഞ്ഞ് വെച്ച പഴമുണ്ടല്ലോ, അതൊന്ന് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. ഏത് രീതിയിലാണോ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇത് ബദാം അരിഞ്ഞതാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ സൺഫ്ലവർ സീഡും കുറച്ച് കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതൊന്നിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് ഞാനൊരല്പം കറുത്ത മുന്തിരി വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് കേട്ടോ. അതും ഒരല്പം കിസ്മിസും കൂടി ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ, ഇതിടണം നിർബന്ധമൊന്നുമില്ല. ഇനി അതൊന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളിതിന് മറച്ചിടുമ്പോഴേ അതെല്ലാം അടർന്ന് പോരും, അത് കാരണം കൊണ്ടാണ്. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കാം നമുക്കിത്. ഈ സമയത്തെല്ലാം തീ വളരെ കുറവിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. മീഡിയം ടു സ്ലോയിലായിരിക്കണം അതിൻ്റെ ഫ്ലെയിം എപ്പോഴും വെക്കേണ്ടത്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഈ ഗോൾഡൻ കളറായിട്ട് വേണം ഇതിൻ്റെ അടിവശം വരാനായിട്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാനിനി ഇതൊന്ന് ഇതിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് വെക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം നമുക്ക്. ഒരെണ്ണം കൂടി നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. അതിന് ശേഷം ഒരല്പം നട്ട്സ്, ഇത് ബദാമാണ് കേട്ടോ, ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കാഷ്യൂനട്ടും സൺഫ്ലവർ സീഡും. ഇത് കോക്കനട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെരുകിയ കോക്കനട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തതേ ഉള്ളൂ. അതിന് ശേഷം നമ്മളുടെ കറുത്ത മുന്തിരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി. അതിന് ശേഷം ഒരല്പം നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതി. എന്നിട്ട് നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മളിവിടെ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നോക്കൂ, കണ്ട ഉള്ളിലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഏത്തപ്പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ഐറ്റം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.